അല്ല, എടപ്പള്ളി തോട് യഥാർത്ഥത്തിൽ കടമ്പ്രയാറിൽ തുടങ്ങി അത് മുട്ടാറ് പുഴ വരെ നീങ്ങുന്ന 10.5 കിലോമീറ്റർ നീളമുള്ള തോടാണ്. ആ തോട് 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തൃക്കാക്കര, അത് കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ, പിന്നെ കളമശ്ശേരി, 3 നഗരസഭകളിലൂടെ കടന്നു പോകുന്ന ഇറിഗേഷൻ്റെ മേൽനോട്ടം വഹിക്കുന്ന തോടാണ് എടപ്പള്ളി തോട്. അപ്പോൾ അത് കുറച്ച് കാലമായി എടപ്പള്ളി തോട് വൃത്തിയാക്കണമെന്ന ആവശ്യം ഉയരാറുണ്ട്. കഴിഞ്ഞ വർഷവും ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമായും കോർപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായും എടപ്പള്ളി തോട് വൃത്തിയാക്കിയിരുന്നു. കാനൽ റിജുവിനേഷൻ പദ്ധതിയുടെ ഭാഗമായി എടപ്പള്ളി തോടിൻ്റെ വികസനം അത് കിഫ്ബി പദ്ധതിയിൽ നടപ്പിലാക്കാനായി KMRനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ DPR തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രസൻറ്റേഷൻ ജനപ്രതിനിധികൾ, MP, MLA, അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർ, മറ്റ് ജനപ്രതിനിധികളുടെ മുമ്പിൽ ഞാനും കൂടി പങ്കെടുത്ത് നടത്തുകയുണ്ടായി. മുല്ലശ്ശേരി കനാലിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ എടപ്പള്ളി കനാൽ എടുക്കണം. മാർക്കറ്റ് കനാലാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് കനാലിൻ്റെ കഴിഞ്ഞാൽ ഉടൻ തന്നെ എടപ്പള്ളി തുടങ്ങാൻ കഴിയണമെന്നാണ് അന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും. ഇപ്പോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് 74 ലക്ഷം രൂപ ചെലവഴിച്ച് അവരുടെ ഭാഗം മാത്രമല്ല മുനിസിപ്പാലിറ്റികളുടെ ഭാഗത്തെ കൂടി വൃത്തിയാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു. ആ പദ്ധതി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവർ ടെൻഡർ ചെയ്തിരുന്നു. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ വാഹിനിയിൽ അതിന് 18 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ആ പദ്ധതി പെരുമാറ്റച്ചട്ടമുള്ളത് കൊണ്ട് കുറച്ച് സങ്കീർണതകളൊക്കെ ഉണ്ടെങ്കിലും ആ പദ്ധതിയും ഇപ്പോൾ ടെൻഡർ ഇല്ലാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെള്ളക്കെട്ടെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ പദ്ധതി ഇന്ന് ആരംഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ തന്നെ ഇറിഗേഷൻ അവരുടെ CA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള 6.7 ലക്ഷത്തിൻ്റെ വൃത്തിയാക്കുന്ന പദ്ധതിയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി അങ്ങനെ ഏകദേശം 1 കോടി രൂപയോളമുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും, ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകൾ നേരത്തെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അവരും അടുത്ത തവണ ഉത്തരവാദിത്വം ഒരു ഭാഗം നിർവഹിക്കാൻ തയ്യാറാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തൃക്കാക്കരയും എനിക്ക് തോന്നുന്നു കോർപ്പറേഷനേക്കാൾ വരുമാനമുള്ള ഒരു നഗരസഭയാണ്. അപ്പോൾ അവർ ഒരു ഏകോപനം 3 നഗരസഭയും കൊച്ചി കോർപ്പറേഷനും 2 നഗരസഭകളുടെ ഏകോപനം ഇറിഗേഷൻ്റെ മേൽനോട്ടവും കൂടി അടുത്ത വർഷത്തേക്ക് ഉറപ്പുവരുത്തണമെന്നാണ് കാണുന്നത്. അപ്പോൾ കുറേ കൂടി നല്ല രീതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി അവരുടെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കപ്പെട്ട് നന്നായി മാറ്റാൻ കഴിയും. ഇപ്പോൾ കോർപ്പറേഷൻ കുറേ ഭാഗം വൃത്തിയാക്കി കഴിഞ്ഞു. ബാക്കി ഭാഗങ്ങൾ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഒരു 3-4 ദിവസം കൊണ്ട് നമുക്ക് തോടിൻ്റെ ഈ തടസ്സങ്ങൾ പരമാവധി ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘടകത്തെ മാത്രം ഇല്ല വെള്ളക്കെട്ട് നിൽക്കുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ ഇപ്പോൾ കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം 157 മില്ലിമീറ്ററാണ് മഴ പെയ്തത്. കുസാറ്റിൻ്റെ ഇന്ന് അവരുടെ റിപ്പോർട്ട് കാണുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്ത ഏറ്റവും വലിയ മഴയാണ് കളമശ്ശേരിയിൽ എന്നാണ് കുസാറ്റിൻ്റെ ഈ റിപ്പോർട്ട് കാണുകയുണ്ടായി. അപ്പോൾ എല്ലായിടത്തും കാനകൾ അതിനനുസരിച്ച് ഇനി മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഡ്രെയിനേജ് സംവിധാനം ഈ പുതിയ പ്രശ്നങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകുന്നത് അതിനാണ് 3 വർഷം മുമ്പ് നമ്മൾ ഓപ്പറേഷൻ വാഹിനി നടപ്പിലാക്കി. അത് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സഹായകരമായിരുന്നു. ഈ വർഷം പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഡർ നടപടികളിലേക്ക് പോകാൻ തടസ്സമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസ്ഥ വന്നപ്പോഴാണ് ടെൻഡർ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടിയത്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏകോപന സംവിധാനം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കളക്ടർ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും യോഗം വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് കളക്ടറും കോർപ്പറേഷൻ സെക്രട്ടറിയും നേതൃത്വം നൽകിക്കൊണ്ടാണ് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ജില്ലയിലെ പൊതുവായ പ്രശ്നങ്ങളിൽ കളക്ടറും ഉദ്യോഗസ്ഥരത്തിലെ യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ പരിമിതി ഉണ്ടെങ്കിലും ഞങ്ങളും അക്കാര്യങ്ങളിലെല്ലാം മേൽനോട്ടം വഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തോടും എല്ലാം മുനിസിപ്പാലിറ്റി ഇതാണ്. അത് ഏകദേശം 6 മീറ്ററോളം വീതി ഉണ്ടായിരുന്ന തോടാണ്. എല്ലാവരും ഒരേ ധാരണയിൽ തന്നെ നിന്ന് അതിൽ 1/2 മീറ്റർ തോട് മതി, ബാക്കി റോഡാക്കിക്കോളാൻ തീരുമാനിച്ചു. അത് സ്ലാബ് ഇട്ടിട്ടില്ല, മൊത്തം മൂടി 1/2 മീറ്റർ വീതിയിലുള്ള തോടാക്കി മാറ്റി. ഈ വെള്ളമെല്ലാം ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് മുന്നോട്ട് പോവില്ല. മൂലപ്പാടത്താണെങ്കിൽ ഹൈവേയുടെ നിർമ്മാണം തുടങ്ങിയ അന്ന് മുതൽ പ്രശ്നം വന്നതാണ്. എന്നാൽ അതൊരു പാടായിരുന്നു. അവിടെ നിന്ന് ഒരു തോട് നേരെ പോയിട്ട് സാലീസിൻ്റെ അവിടെ വരെ വഞ്ചിക്ക് പോയൊരു തോടുണ്ടായത് പൂർണ്ണമായിട്ട് നികത്തപ്പെട്ടു. ഹൈവേ വന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന കൾവർട്ട് അടയ്ക്കപ്പെട്ടു. ഈ ഹൈവേ അല്ല, നേരത്തെ HMT ജംഗ്ഷനിൽ നിന്ന് മാറി പുതിയ ഹൈവേ വീതി കൂട്ടിയിട്ടു.
അവിടെ കൽവർട്ട് അടയ്ക്കപ്പെട്ടു. അത് കുറേ കാലമായി വെള്ളക്കെട്ടായിരുന്നു. അതിന് ശാശ്വത പരിഹാരം കിട്ടാൻ എന്താണെന്നുള്ളൊരു 3 വകുപ്പുകളുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. PWD, NHA, റെയിൽവേ, അവരുടെ നേതൃത്വത്തിൽ റവന്യൂ, ഇത് മുനിസിപ്പാലിറ്റി, ഇവർ ചേർന്നിട്ടാണ് PWD ഒരു കൽവർട്ട് പുതുതായി നിർമ്മിക്കുക. അവിടെ നിന്ന് വെള്ളം വരുന്നതിന് ഇപ്പോൾ ഹൈവേയുടെ ഉള്ളത് കുറേ കൂടി വലിയ തോതിലുള്ള ഒരു സംവിധാനം കൂടി കൊണ്ടുവരിക. അപ്പുറത്ത് റെയിൽവേ ഒരു കൽവർട്ട് നിർമ്മിക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാവുന്നത് PWD-യാണ്. അത് പൂർണ്ണമായിട്ടും കൽവർട്ട് നിർവഹിച്ചു. ഹൈവേ അവർ പ്രൊജക്ട് അംഗീകരിച്ചു. 3 തവണ ടെൻഡർ വിളിച്ചിട്ട് ആളെ കിട്ടിയില്ല. ഇപ്പോൾ ടെൻഡറിൽ ആളായിട്ടുണ്ട്. 17-ാം തീയതിയോടുകൂടി അത് തുടങ്ങും. റെയിൽവേ എപ്പോഴും കൽവർട്ടിന് അംഗീകാരം നൽകിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ വെള്ളം റെയിൽവേയിൽ വന്നാൽ റെയിൽവേ ട്രാക്കിനെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ 1 വർഷത്തിന് മുമ്പ് തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവേയറെ പ്രത്യേക ടീമിനെ നിയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കയ്യേറ്റങ്ങൾ അവിടെ ഒഴിവാക്കണം. അതോടുകൂടി ആ ഭാഗത്തെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പൊറ്റച്ചാല് യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിലും ഈ വെള്ളം വർദ്ധിപ്പോൾ PT തോമസ് MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു പദ്ധതി നടപ്പിലാക്കി തൃക്കാക്കരയിൽ നിന്നുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ചിലരിപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മളൊരു മാപ്പിംഗ് നടത്തി. നമ്മുടെ ഇറിഗേഷനിലെ ശ്രീ ബാജി അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ടീം വർക്ക് ചെയ്തു. വലിയൊരു ഡോക്യുമെൻ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 14.5 കോടി രൂപയുടെ ഒരു പദ്ധതി സമർപ്പിച്ചിട്ടുള്ളത്. അത് റീബിൽഡ് ഇനീഷ്യേറ്റീവിലാണുള്ളത്. നമ്മുടെ റീബിൽഡ് ഇനീഷ്യേറ്റീവിൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് പുതിയ പദ്ധതികളൊന്നും ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇത് മാത്രം പ്രത്യേകം പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും ആവശ്യമായ നടപടികൾ അവർ സ്വീകരിക്കേണ്ടതുണ്ട്. അവരുടേതാണെങ്കിൽ പോലും ഇത് നാടിൻ്റെ പൊതുപ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് സർക്കാർ കൂടി മുൻകൈ എടുത്ത് ഒന്നിച്ച് ആ കാര്യം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്.